എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളെയും ഇനി മുതലെങ്കിലും മാർപ്പാപ്പ അംഗീകരിച്ച സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാൻ വിശ്വാസികൾ ഒട്ടും ആമന്തിക്കരുത്. നിരോധിച്ച സാത്താൻ കുർബാനയായ ജനാഭിമുഖ കുർബാന ഒരു പള്ളിയിലും അർപ്പിക്കാതിരിക്കാനും വിശ്വാസികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഇതാണ് എറണാകുളം ബസിലിക്കയിലെ വിശ്വാസികൾ ഇപ്പോൾ മറ്റു വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ഇലിസിറ്റ് കുർബാനയെ സാധുവാക്കാൻ വിമതർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. 2022 സിനഡിന്റെ സെക്രട്ടറി രംഗത്തെത്തിയ പാമ്പ്ലാനി അന്ന് മുതൽ വിമതരെ പന പോലെ വളർത്തുകയല്ലാതെ മറ്റൊന്നും സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്നുമില്ല. മാർപ്പാപ്പയുടെ കടുത്ത ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് എറണാകുളം ബസിലിക്കയിൽ ഡിസംബർ 1 മുതൽ ജനാഭിമുഖ കുർബാന നടത്താൻ പാമ്പ്ലാനിക്ക് ആരാണ് അധികാരം നൽകിയത്? കോടതി വിലക്ക് നിലനിൽക്കുകയായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു. ആരാണ് പാമ്പ്ലാനിക്ക് ധൈര്യം നൽകുന്നത്? സിനഡ് എന്താണ് ചെയ്തത്? ഒരു തവണ പോലും ഏകീകൃത കുർബാന അർപ്പിക്കാൻ സിനഡ് ഉത്തരവിട്ടില്ല, സർക്കുലർ പോലും ഇറക്കിയില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ലാതെ പോയത് ആരെ പിടിച്ചിട്ടാണ്? ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന എറണാകുളം അതിരൂപതയിൽ നടപ്പാക്കുന്നത് പരിഗണിക്കും. ഇതാണ് സിനഡ് പറഞ്ഞത്. അങ്ങനെ സിനഡ് യോഗം അവസാനിപ്പിച്ചു, സർക്കുലർ ഇറക്കി. സിനഡ് വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുന്നു. അധികാരം വിശ്വാസികൾക്കില്ല, അവർക്ക് പ്രാർത്ഥന മാത്രമേ അറിയൂ. അധികാരം മൊത്തം മെത്രാന്മാർക്ക് വൈദികർക്കുമാണ്. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കുർബാന അത് അവിശ്വാസികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന മെത്രാന്മാർ. മാർപ്പാപ്പയുടെ കൽപ്പന ലംഘിക്കപ്പെടാതിരിക്കാൻ വിശ്വാസികൾ പ്രാർത്ഥന അയച്ചാൽ തുടരുന്നു. എന്നിട്ടും പാമ്പ്ലാനി വിമത വൈദികരും സംഘമായി കോടതിയിലേക്ക്. ഒരു മെത്രാൻ കുർബാന സംബന്ധിച്ച് കളവ് പറയുക എന്നത് ആ പദവിക്ക് ഒട്ടും ചേർന്നതല്ല. കോടതി ഉത്തരവ് നിലനിൽക്കെ എന്താണ് പാമ്പ്ലാനി കോടതിയിൽ നൽകിയത്? സത്യവാങ്മൂലം. എല്ലാം ധാരണയാണ്. ധാരണയിലെല്ലാം ഉണ്ട്. എന്ത് ധാരണ? ധാരണ ഉണ്ടാക്കിയതാരാണ്? പാമ്പ്ലാനിയും വിമതരും തമ്മിലാണ് ധാരണ. അൽമായ മുന്നേറ്റക്കാർ. അല്ലാതെ പാമ്പ്ലാനിയും യഥാർത്ഥ സഭാ വിശ്വാസികളും കുർബാന സംരക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുമായി എന്ത് ധാരണ ഉണ്ടാക്കിയത്? ഒന്നുമല്ല. എന്തായാലും വിശ്വാസികളായ അങ്കലാപ്പിലാണ്. ഒരു വിശ്വാസിയുടെ ശബ്ദ സന്ദേശം വൈറലാകുക. അതൊന്ന് കേട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തൻ വികാരി കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകി. അദ്ദേഹം കാണിച്ച നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. 2 കോടതി വിധികളെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹം നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ മങ്ങാടും അങ്ങനെ ശിങ്കിടികളും ഒക്കെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കയറി ഡിസംബർ 1 മുതൽ ജനാഭിമുഖ കുർബാന അർപ്പിച്ചു. അദ്ദേഹം ഏകീകൃത കുർബാന അർപ്പിച്ചത് അത് സത്യമാണ്. ബാക്കിയുള്ളവരെല്ലാം ജനാഭിമുഖം അർപ്പിച്ചു. ബാക്കി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ 5 സെന്ററുകളുണ്ട്. വടുതല, ചിറ്റൂർ, SRM റോഡ് റിന്യൂവൽ സെന്റർ, ചാവറ, ഇവിടെയൊക്കെ ജനാഭിമുഖ കുർബാനകൾ നടത്തുന്ന ഇപ്പോഴും അദ്ദേഹം അനുവദിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം 2025 ജനുവരി 11 വികാരിയായി അധികാരമേറ്റത്. അന്ന് മുതൽ ഇന്ന് വരെ വിമതർക്ക് വേണ്ടിയുള്ള എല്ലാ വിടുപണികളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഏകീകൃത കുർബാനയെല്ലാം അർപ്പിച്ചോളാമെന്ന് മാത്രമേ അർപ്പിക്കുമെന്ന് എഴുതി കൊടുത്തവർക്ക് അത് റിലൈസ് ചെയ്ത് ജനാഭിമുഖമാക്കി ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ വാദം കൊടുത്തു. ഞായറാഴ്ച 3:30 മണിക്ക് ഒരു ഏകീകൃത കുർബാന അർപ്പിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാനുള്ള അനുവാദം കൊടുത്തു. ഇവന്മാർ ഇല്ലിസിറ്റ് കുർബാന സാധുവാണെന്ന് പ്രഖ്യാപിച്ചു കടം വീടാൻ. പക്ഷേ ഇപ്പോഴും സിനഡ് പറയുന്നു ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു.